നമസ്കാരം. കേരളവയുടെ ഇന്നത്തെ അതിഥി യഥാർത്ഥത്തിൽ നമ്മളോട് സംസാരിക്കുന്നത് നന്ദൻ കുറ്റിക്കാട്. ചരിത്രത്തെ സംബന്ധിച്ച് കുറച്ചുകൂടെ ഒരു അടുപ്പമുണ്ടല്ലോ. അത് സ്വന്തം പാരമ്പര്യത്തിലും കുറച്ച് ചരിത്രമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. ആ ചരിത്ര പാരമ്പര്യവും പശ്ചാത്തലവും ഒന്ന് എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്കാം. ചരിത്രത്തിനോടുള്ള താല്പര്യം വരണത് ഞാൻ എളന്തിക്കര സ്കൂളിൽ പഠിക്കുമ്പോൾ 8ാം ക്ലാസ്സിൽ എന്നെ ചരിത്രം പഠിപ്പിച്ചിരുന്ന മാഷ് പരമു എന്ന് പറയുന്ന മാഷായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹം ചരിത്ര പുസ്തകങ്ങൾ വായിക്കില്ല. അദ്ദേഹം അല്ലാതെ അദ്ദേഹം ക്ലാസ് എടുക്കുകയാണ്. എന്നിട്ട് പോയിന്റുകൾ പറഞ്ഞു തരും. ഇപ്പോൾ 1ാം ലോക മഹായുദ്ധം, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ രാജ്യങ്ങളാണ് അതിൽ പങ്കെടുത്തത്, അതിന്റെ മെറിറ്റ്സ് എന്തൊക്കെയായിരുന്നു, ഡിമെറിറ്റ്സ് എന്തൊക്കെയായിരുന്നു, എന്നിട്ട് നോട്ട് തരും. അപ്പൊ അങ്ങനത്തെ രീതിയിലായിരുന്നു അദ്ദേഹം ചരിത്രം പഠിപ്പിച്ചിരുന്നത്. അപ്പൊ ആ ചരിത്രത്തെ പഠിപ്പിക്കുന്ന രീതിയോട് എനിക്ക് വളരെ ഇഷ്ടം തോന്നിയിരുന്നു. 8, 9, 10 അദ്ദേഹമാണ് ഈ സാമൂഹ്യ പാഠം ചരിത്രം പഠിപ്പിച്ചിരുന്നത്. അപ്പൊ അദ്ദേഹം നെഹ്റുവിന്റെ വിശ്വചരിത്ര സംഗ്രഹത്തിൽ നിന്നൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുകയും വളരെ വിപുലമായ രീതിയിൽ ചരിത്രം എടുക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഒരു സ്വാധീനം വരുന്നത് എൻ്റെ വീട്ടില് ഈ ദിവാൻ പേഷ്കാർ ശങ്കുണ്ണി മേനോന്റെ ഒരു പടമുണ്ട്. അപ്പോൾ അമ്മ പണ്ട് വിളക്ക് വെക്കുന്ന സമയത്ത് ഈ ദിവാൻ പേഷ്കാർ ശങ്കുണ്ണി മേനോന്റെ വിളക്ക് വെക്കുക. അപ്പൊ ഞാൻ ചോദിക്കും, ഇതാരാണ്? അപ്പൊ അമ്മ പറയും, നമ്മുടെ ഒരു അന്നദാതാവാണ് എന്നൊക്കെ പറയും. അപ്പൊ ഇതാരാണ് എന്ന് ഞാൻ അന്വേഷിക്കാൻ ശ്രമിച്ചു ഇദ്ദേഹം. അപ്പോഴാണ് മനസ്സിലായത് ഇദ്ദേഹം ഒരു ചരിത്രകാരനായിരുന്നു. അതായത് അദ്ദേഹം ജനിച്ചത് 1815 തൃപ്രയാറാണ്. പടിപ്പുരയ്ക്കൽ എന്നുള്ള വീട്ടിലാണ് അദ്ദേഹം ജനിച്ചത്. ആ വീട്ടിൽ വലിയ സാമ്പത്തിക ശേഷിയൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസം നേടി. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് പഠിക്കാനായിട്ടുള്ള വലിയ താല്പര്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം കോഴിക്കോടും തലശ്ശേരിയിലും കൊച്ചിയിലും വന്ന് ഇംഗ്ലീഷ് പഠിച്ചു. 15 വയസ്സുള്ളപ്പോഴാണ് ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് മിടുക്ക് കണ്ട് കൊച്ചിയിലെ റെസിഡൻസ് സാഹിബ് അദ്ദേഹത്തിന് ഒരു ശുപാർശ കത്ത് കൊടുത്തു, ഇവിടേക്ക് പോകാനായിട്ട്, തിരുവനന്തപുരം കൊട്ടാരത്തിലേക്ക്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കാശുണ്ടായിരുന്നില്ല ഈ ശുപാർശ കത്തും കൊണ്ട് പോകാനായിട്ട്. എങ്ങനെയൊക്കെ കാശ് സംഘടിപ്പിച്ച് അദ്ദേഹം ഈ തിരുവിതാംകൂർ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. അങ്ങനെ തിരുവിതാംകൂർ കൊട്ടാരത്തിൽ 41 വർഷം അദ്ദേഹം ജോലി ചെയ്തു. അത് അജൂർ കോടതിയിൽ ക്ലർക്കായിട്ട്, ശിരസ്താറായിട്ട്, ഡെപ്യൂട്ടി മറ്റേ ശിരസ്താറായിട്ട്, പിന്നെ ഡെപ്യൂട്ടി ദിവാനായിട്ട് ഒക്കെ അദ്ദേഹം ജോലി ചെയ്തു. അപ്പോൾ അങ്ങനെ ആയില്യം തിരുനാളിന്റെ കാലത്ത്, സ്വാതിരുനാളിന്റെ കാലത്ത്, ഉത്രം മാർത്താണ്ഡവർമ്മയുടെ കാലത്തൊക്കെയാണ് അദ്ദേഹം, 3 രാജാക്കന്മാരുടെ കാലത്തും അദ്ദേഹം അവിടെ ജോലി ചെയ്തിരുന്നു. അങ്ങനെ ചേർത്തലയിലും കൊല്ലത്തും ഒക്കെയാണ് അദ്ദേഹം അവിടെ ജോലി ചെയ്തത്, കൊട്ടാരവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ കഴിവ് കണ്ടിട്ട് രാജാവ് ഇദ്ദേഹത്തിന് ആക്ടിംഗ് ദിവാനായിരുന്നു, ഫുൾ ദിവാന്റെ പദവി കൊടുക്കാൻ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഈ ദിവാൻ പദവി ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, കാരണം ഞാൻ തിരുവിതാംകൂർ ചരിത്രം എഴുതുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ അതിൽ നിന്ന് ഒഴിവാവുകയാണ് ചെയ്തത്. അതിനുവേണ്ടി ചരിത്രം എഴുതാനായിട്ടുള്ള അദ്ദേഹത്തിന്റെ ശ്രമം തുടങ്ങണം. അപ്പോൾ അദ്ദേഹം നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവിടെ ഇംഗ്ലീഷുകാരാണ് അധികം ചരിത്രം എഴുതിയേക്കുന്നത്. മറ്റേ ഹെർമൻ ഗുണ്ടർട്ട് എഴുതിയിട്ടുണ്ട് മറ്റേ കേരളത്തെക്കുറിച്ച്. പിന്നെ ടെയ്ലർ എന്ന് പറഞ്ഞ, ബെയ്ലി എന്നൊക്കെ പറഞ്ഞ ചില ചരിത്രകാരന്മാർ ഇംഗ്ലീഷുകാരാ, അവരാണ് ഈ ചരിത്രം എഴുതിയേക്കുന്നത്. പിന്നെ എഴുതിയേക്കുന്നത് ഒരു പാച്ചുമൂസ്, അദ്ദേഹം തിരുവിതാംകൂറിനെ പറ്റി ഒരു ചരിത്രം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം കൊട്ടാരം വൈദ്യനൊക്കെ ആയിരുന്നു, സംസ്കൃതമൊക്കെ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം എഴുതിയൊക്കെ ഐതിഹ്യങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. പിന്നെ ദിവാനായിരുന്ന സർ മാധവ റാവു, അദ്ദേഹം ഒരു ചരിത്രം എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് 1-2 രാജാക്കന്മാരെ കുറിച്ച് മാത്രമാണ് എഴുതിയേക്കുന്നത്, അത് പൂർണ്ണമല്ല അത്. അപ്പൊ അദ്ദേഹത്തിന് പൂർണ്ണമായ ഒരു തിരുവിതാംകൂർ ചരിത്രം എഴുതണം എന്നുള്ള ആഗ്രഹം. ഈ ഇംഗ്ലീഷ് പഠിച്ചതുകൊണ്ട് അദ്ദേഹം അന്ന് കാലത്തെ ഈ ഇംഗ്ലീഷ് ചരിത്ര പണ്ഡിതന്മാരുടെ പുസ്തകങ്ങൾ മുഴുവൻ അദ്ദേഹം വായിച്ച്, അതോടൊപ്പം തന്നെ അന്ന് രേഖകളെ കിട്ടാൻ ബുദ്ധിമുട്ടാ. അദ്ദേഹം കൊട്ടാരം റെക്കോർഡ് കീപ്പറായിട്ട് അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട് കൊട്ടാരത്തില്. അപ്പൊ ആ കുറച്ച് രേഖകൾ അദ്ദേഹം അവിടെ നിന്ന് കിട്ടി. അത് കൂടാതെ തന്നെ
അദ്ദേഹം തിരുനെൽവേലി, കോയമ്പത്തൂര്, മധുര, തഞ്ചാവൂര് അവിടെയൊക്കെ പോയിട്ട് ഈ രേഖകൾ തപ്പിയെടുത്തുകൊണ്ട് വന്ന് അദ്ദേഹം അതിനുവേണ്ടി 6000 രൂപ അദ്ദേഹത്തിന് ചെലവായി എന്ന് പറയണേ. എടുത്തുകൊണ്ട് വന്നിട്ടാണ് അദ്ദേഹത്തിന്റെ എ ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ അറ്റ് ദ ഏർലിയസ്റ്റ് ടൈംസ് എന്ന് പറഞ്ഞ പുസ്തകം 1878 ഹിതംബോത്തംസ് പറഞ്ഞ മദ്രാസിലെ ഒരു കമ്പനിയാണ് അത് ഇറക്കണത്, അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷിൽ ആ ചരിത്ര പുസ്തകം. അപ്പോൾ ആ ചരിത്ര പുസ്തകത്തിൽ ഐതിഹ്യങ്ങളൊക്കെ, ഐതിഹ്യം തന്നെ പറയുന്നുണ്ട്, നമുക്ക് ഈ പുരാണ കഥകളിൽ നിന്നൊക്കെ ചരിത്രത്തിന്റെ അംശങ്ങൾ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ടായില്ലേ. അപ്പൊ ഐതിഹ്യങ്ങൾ അതിൽ കടന്നുകൂടിയിട്ടുണ്ട്. മറ്റേ ചില ഇംഗ്ലീഷ് ചരിത്രകാരന്മാർ ഇദ്ദേഹം ഐതിഹ്യങ്ങൾ ഈ ഇതിൽ കടത്തി വിട്ടിട്ടുണ്ട് ഈ ചരിത്ര രചനയിൽ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ വിമർശിച്ചിട്ടൊക്കെ ഉണ്ട്. എന്താണ്, ഫിലിപ്പ് സെയിലിനോ അങ്ങനെ പറഞ്ഞൊരു ചരിത്രകാരനെ അദ്ദേഹത്തെ വിമർശിച്ചിട്ടൊക്കെ ഉണ്ട് ആ സമയത്ത്. അപ്പൊ അങ്ങനെ ആണ് ആ പുസ്തകം അദ്ദേഹം എഴുതുന്നത്, ഈ ചരിത്രത്തെ കുറിച്ചുള്ള പുസ്തകം. ശരിക്കും പറയുകയാണെങ്കിൽ ഒരുപാട് അപാകതകൾ ഉണ്ടെങ്കിലും ഇനിയും ഗവേഷണം നടത്തുന്ന കുട്ടികൾക്ക് പ്രചോദനമാവുന്നതാണ് എൻ വി കൃഷ്ണവാര്യര് 1973 അത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് മലയാളത്തിലേക്ക് ആക്കി, തിരുവിതാംകൂർ ചരിത്രം എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ എൻ വി കൃഷ്ണവാര്യർ എഴുതിയേക്കുന്ന ഒരു വാക്ക് തന്നെ ഇതാണ്. ഇയാള് വളരെ ബുദ്ധിമുട്ടി ഒരുപാട് ചരിത്ര കാര്യങ്ങൾ, രേഖകൾ കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൽ തന്നെ അയാൾ പറയുന്നൊരു കാര്യം തന്നെ, ഈ ചേരമാൻ പെരുമാള് ഇദ്ദേഹം ഒരു രാജാവല്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്, ഈ ശങ്കുണ്ണി മേനോൻ. അതൊരു വൈസ്രോയി ആയിരുന്നു അത്രേ. വൈസ്രോയി ആയിട്ട് ഇവിടെ ഈ കേരളത്തിൽ ഭരിച്ചിരുന്ന ആളാണ് ഈ പെരുമാള് എന്നൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. അതുപോലെ തന്നെ ഈ മറ്റേ പെരുമാള് മതം മാറി മുസ്ലിമായി എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടില്ല. കാരണം ഈ പെരുമാളുടെ മരണത്തിന് ശേഷമാണ് മറ്റേ മുഹമ്മദ് നബി ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം ആ പുസ്തകത്തിൽ പറയണത്. മറ്റേ ചരിത്രത്തിൽ മാത്രമായിരുന്നില്ല കേട്ടോ അദ്ദേഹത്തിന്റെ അറിവ്. ഈ പുസ്തകം തുടങ്ങുമ്പോൾ ഇദ്ദേഹം തോമസ് ഗ്രേയുടെ 4 വരി അദ്ദേഹം എഴുതി ചേർത്തിട്ടുണ്ട്. അതായത് അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇതാണ്, മറ്റേ അഗാധമായ കടലുകള് മുത്തുക്കളെ, ആരും അറിയാതെ ഉള്ള മുത്തുക്കളെ ഗർഭം ധരിക്കുന്നുവെന്നും മരുഭൂമിയില് വിരിഞ്ഞ പൂക്കളുടെ സുഗന്ധം നഷ്ടപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് തോമസ് ഗ്രേയുടെ എൽജി റിട്ടറിനെ കൺട്രി ചർച്ചയാണെന്ന് പറഞ്ഞ കവിതയുടെ വരി അദ്ദേഹം കോട്ട് ചെയ്തിട്ടുണ്ട്. മറ്റേ അത് കുമാരനാശാൻ ആ വരികൾ തന്നെ അദ്ദേഹത്തിന്റെ ചിന്താവിഷ്ടയായ സീതയിലുണ്ട്. ജനനോക്തികൾ നീർക്കങ്ങളിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലെ തന്നെ നഷ്ടപ്പെട്ടു പോകുന്നു, മുത്തുച്ചിപ്പിയില് ഉള്ള മുത്തുക്കൾ ആരും അറിയാതെ കിടക്കുന്നു, വനഭൂമിയില് വരണ്ട കാറ്റില് ഈ പൂക്കൾ വിരിഞ്ഞാൽ അതിന്റെ സൗരഭ്യം നഷ്ടപ്പെടുന്നു എന്നൊക്കെ പറയുന്ന ആശാനും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത്രയ്ക്ക് ഇൻഫ്ലുവൻസ് ചെയ്ത കവിയായിരുന്നു തോമസ് ഗ്രേ. ഈ തോമസ് ഗ്രേയുടെ 4 വരി ഇദ്ദേഹം ചേർന്ന്, അപ്പൊ അദ്ദേഹം ഉദ്ദേശിക്കുന്നതാണ്, ആരും അറിയാതെ പോകരുത്. അത് ചരിത്ര പുരുഷന്മാരുടെ കഥകൾ ഒരിക്കലും ചരിത്രം അറിയാതെ പോകരുത്. ഗോവിന്ദപ്പിള്ളയുടെ പ്രശസ്തമായ ഒരു വചനമുണ്ട്, ചരിത്രബോധമാണ് മനുഷ്യനെ സംസ്കാരമുള്ള ജീവിയാക്കുന്നത്. പൂർവികരെ കുറിച്ച് ബോധമില്ലാത്തവർ മനുഷ്യരെന്ന വിശേഷണത്തിന് അർഹരല്ല എന്ന് പറഞ്ഞ ഒരു വാക്കുണ്ട് പി ഗോവിന്ദപ്പിള്ളയുടെ. അപ്പൊ ഇതുപോലെ തിരുവിതാംകൂറിലെ കേവന്മാരായ ഈ രാജാക്കന്മാരുടെ ചരിത്രം ഇവിടെ വരുന്ന തലമുറകൾ അറിയാതെ പോകരുത്, അതിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത് എന്നുള്ള ഒരു ധ്വനി ഇദ്ദേഹത്തിന്റെ ഈ 4 വരികളിലൂടെ നമുക്ക് കാണാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ടിപ്പു കടന്നു വരികയാണ്. നമ്മുടെ കോട്ടപ്പുറമൊക്കെ കഴിഞ്ഞിട്ട് ടിപ്പുവിന്റെ പട കടന്നു വന്നിട്ട് പറവൂരൊക്കെ ആളുകളൊക്കെ ഓടിച്ചുകൊണ്ട് ടിപ്പുവിന്റെ പട കടന്നു വരുമ്പോൾ അവിടെയുള്ള ആളുകൾ ഓടി കുന്നത്ത് നാട്ടിൽ അഭയം നേടുമ്പോൾ മറ്റേ ശങ്കുണ്ണിവേൻ്റെ ഒരു പ്രയോഗമുണ്ട്, സർ സ്കോട്ടിന്റെ നോവലുകൾക്ക് പോലും ഈ രംഗം ചിത്രീകരിക്കാൻ കഴിയില്ല എന്നാണ്, അത്രയ്ക്ക് ഭീകരമാണ് എന്നുള്ള രീതിയിൽ. സർ വാട്ടർ സ്കോട്ടിന്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടാണ് സി വി രാമൻപിള്ളയൊക്കെ ചരിത്ര നോവലുകൾ എഴുതിയെന്ന് നമ്മൾ സാഹിത്യത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. അപ്പോൾ അദ്ദേഹം നോവലും മറ്റേ കവിതയൊക്കെ വായിച്ചിരുന്നു. അതായത് ചരിത്രം മാത്രമല്ല, അങ്ങനൊരു വിശാലമായ രീതിയിൽ അദ്ദേഹം ചരിത്രത്തെ കണ്ടിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ വേണ്ട രീതിയിൽ അദ്ദേഹത്തെ ബഹുമാനിക്കപ്പെടുകയും ചെയ്തില്ല. അങ്ങേരുടെ പേരില് പുത്തമ്പേരിക്കര ഒരു സ്കൂളുണ്ട്. അദ്ദേഹത്തിന്റെ മകനാണ് അതിനേലെ കേമനായിരുന്നു, കെ പി പത്മനാഭമേനോൻ എന്ന് പറഞ്ഞ മകൻ.
അച്ഛനേക്കാളും കേവനായ പെരുന്തച്ഛന്റെ മകൻ എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. തനിക്ക് കിട്ടാതെ പോയ വിദ്യാഭ്യാസവും ആ, തന്നിലുള്ള ഈ ചരിത്രബോധവും മകനിൽ ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം വളർത്തിക്കൊണ്ട് വരുന്നത് മകനെ. അതിന് മകൻ ബി എല്ലുകാരനായിരുന്നു. അദ്ദേഹം 4 വോളിയുള്ള കേരള ഹിസ്റ്ററി എഴുതി. ആ 4 വോളിയുള്ള കേരള ഹിസ്റ്ററി അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് പ്രസിദ്ധീകരിക്കുന്നത്. പിന്നെ അതിലും പ്രൗഢമായ ഗ്രന്ഥം അദ്ദേഹം എഴുതിയത് കൊച്ചിരാജചരിത്ര. ഈ ഇദ്ദേഹത്തിന്റെ ഈ 2 പുസ്തകങ്ങളും റഫറൻസ് ഗ്രന്ഥം തന്നെയാണെന്ന് പറയാം. 1968 ഹിസ്റ്ററി കോൺഫറൻസ് ശ്രീനഗറിൽ വെച്ച് കൂടിക്കഴിഞ്ഞപ്പോൾ മറ്റേ MGS നാരായണന്റെ പ്രബന്ധം പത്മനാഭനെ കുറിച്ചായിരുന്നു. അങ്ങനെ പത്മനാഭന്റെ കൊച്ചി രാജ്യ ചരിത്രം മറ്റേ ചരിത്ര വിദ്യാർത്ഥികൾ വായിച്ചു പഠിക്കണം എന്നാണ് MGS നാരായണൻ പറയണത്. അതൊരു മാസ്റ്റർ പീസാണ്. ആ കൊച്ചി രാജ്യ ചരിത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊച്ചിയുടെ ചരിത്രം മാത്രമല്ല, മലയാള ഭാഷയെക്കുറിച്ചും മൊത്തത്തിൽ കേരളത്തെക്കുറിച്ചൊക്കെ അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതായത് ഞാനത് വായിച്ചപ്പോഴാണ് അതിന്റെ അവസാന ഭാഗത്ത് സാഹിത്യത്തിന് മലയാള ഭാഷയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ വിട്ടുപോയി. ഹെർമൻ ഗുണ്ടർട്ടാണ് അത്രേ ഈ ചോദ്യചിഹ്നം, പൂർണ്ണ വിരാമം അതൊക്കെ ഒരു വാചകം എഴുതുമ്പോൾ പ്രയോഗിക്കേണ്ടതാണെന്ന് നിഷ്കർഷിച്ചിരുന്ന ഒരാള് ഒന്ന് മലയാളിയല്ല, ഹെർമൻ ഗുണ്ടർട്ടാണ് അത് കൊണ്ടുവന്നതെന്നാണ് അദ്ദേഹം പറയേണ്ടത്. പത്മനാഭേനോൻ ഈ പൂർണ്ണ വിരാമവും ചോദ്യചിഹ്നമൊക്കെ പണ്ട് നീട്ടിപ്പിടിച്ച് എഴുതായിരുന്നു അത്രേ. അതുപോലെ തന്നെ മറ്റേ കൊയ്ത്തമ്പുരാൻ മറ്റേ സംസ്കൃത നാടകങ്ങൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തെങ്കിലും മറ്റേ കൊടുങ്ങല്ലൂരത്തെ കൊച്ചുണ്ണിത്തമ്പുരാനാണ് കല്യാണി എന്ന് പറയുന്ന നാടകമാണ് അത്രേ മലയാളത്തിലെ ആദ്യത്തെ ഒരു മലയാള നാടകം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പച്ച മലയാള ഭാഷയിൽ എഴുതിയ ആദ്യത്തെ കവിത ഏതാണെന്ന് ചോദിച്ചാൽ അത് കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ നല്ല ഭാഷ എന്ന് പറഞ്ഞ കവിതയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. മലയാള ഭാഷയെക്കുറിച്ച് അദ്ദേഹം പിന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട്. 1914 അത് പറയണത് നോക്കണം. അതായത് കോടതിയിലും മറ്റ് സർക്കാർ മറ്റേ ഓഫീസുകളിലും മലയാളം എഴുതണം. അതായത് കോടതി ജഡ്ജ്മെന്റുകളൊക്കെ മലയാളത്തിൽ വരണം, നല്ല മലയാളത്തിൽ എഴുതണം. അത് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലത്ത് 1914 അദ്ദേഹം പറയണേ നല്ല മലയാളത്തിൽ വരണം. അതുപോലെ തന്നെ ജീവചരിത്രങ്ങൾ അത് മലയാളത്തിൽ ഒരുപാട് ഉണ്ടാവണം. നല്ല ജീവചരിത്രങ്ങൾ ഉണ്ടാവുമ്പോൾ ഇവിടെയുള്ള അത് വായിക്കുന്ന ആളുകൾക്ക് അത് പ്രചോദനമാവും. അതുകൊണ്ട് നല്ല ജീവചരിത്രങ്ങൾ മലയാളത്തിൽ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ മലയാള ഭാഷയെക്കുറിച്ചും കേരളത്തിന്റെ വസ്തുനിഷ്ഠ ചരിത്രം രചിച്ച ഒരാളായിരുന്നു. അത് MGS നാരായണൻ തന്നെ പറയുന്നുണ്ട്, എല്ലാ ചരിത്രകാരന്മാർക്കും മാർഗദർശിയായ ആളാണ് KP പത്മനാഭമേനോൻ എന്നാണ് പറയണത്. അതുപോലെ തന്നെ ചരിത്രം എഴുതുക മാത്രമല്ല, ആദ്യം ചരിത്രം രചിച്ച ഒരു ചരിത്രകാരനാണെന്ന് പറയും. കാരണം ഇവിടെ അന്ന് കാലത്ത് നിലനിന്നിരുന്നത് പ്രത്യേകിച്ച് നായർ മറ്റു ചില സമുദായങ്ങൾ മരുമക്കത്തായ നിലനിന്നിരുന്നു. അപ്പോൾ കൊച്ചി രാജാവ്, തിരുവിതാംകൂർ രാജാവും ഒക്കെ തന്നെ ഇദ്ദേഹത്തെ ഈ മരുമക്കത്തായ കമ്മിറ്റിയിൽ വെച്ചു 1908. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു, ഈ ഒരു ക്വസ്റ്റ്യനെയർ തയ്യാറാക്കി സമുദായ അംഗങ്ങൾക്ക് കൊടുത്തു.